ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഞാനൊരു വഴിപ്പണിക്ക് പോകാൻ പോവുകയാണ്. വഴിപ്പണി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് വളരെയധികം നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. കാര്യം വെച്ചാൽ ലോക്ക് എടുക്കാനായിട്ട് വണ്ടിയിടാം. അപ്പം നമ്മൾ ലോക്ക് എടുക്കാനൊക്കെ ആയിട്ട് പല രീതിയിൽ പല ഭാവത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു പോലീസുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം വന്നതിന് ശേഷമാണ് ലോക്ക് എടുക്കാൻ പോക്ക് നിർത്തിയത്. ഇപ്പം നമ്മൾ ഒരു വണ്ടിയുടെ ലോക്ക് എടുക്കാൻ പോവുകയാണ്. വണ്ടിയുടെ പേര് സിയാസ് എന്നാണ്. അപ്പോൾ സിയാസിൻ്റെ ലോക്ക് എടുക്കാൻ സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. ഒരു സ്ക്രൂ ഡ്രൈവറും ചെറിയൊരു സ്കെയിലും ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട്, വളരെയധികം നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊരിക്കലും ദുരുപയോഗം ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഇത്ര സിമ്പിളാണ്. വണ്ടി അയച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പോക്കൊന്നും നടക്കത്തില്ല. അതെ, നിങ്ങളെ വണ്ടി എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ലോക്കായി പോയാൽ ഈ ഒരു സിസ്റ്റം വരുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലോക്ക് എടുക്കാം. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെനക്കെട്ടാൽ ലോക്ക് എടുക്കാൻ പറ്റും. അത് നമ്മളെ കയ്യിൽ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഈ ലോക്ക് എടുക്കാൻ പോകുന്നതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ, ലോക്ക് എടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കാര്യം വെച്ചാൽ ഞാൻ ജസ്റ്റ് അവിടെ വെച്ച് വെറുതെ ഒന്ന് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പം ഈ ഒരു വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മൾ സൈറ്റിലോട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടവേരയിൽ മെക്കാനിക്കലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വണ്ടി. ഒരു ബാഗ് കയറ്റി നൈസിന് കുറച്ച് പമ്പ് ചെയ്ത് അന്ന് വികസിപ്പിച്ച് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അടുത്ത ബാഗ് കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാക്കി നമ്മൾ അടുത്ത ബാഗ് കയറ്റി കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ടാക്കും. ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളുടെ ആ ഒരു ബീഡിങ് പയ്യെ ഉള്ളിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഡാമേജ് ആവാതെ ഒരു തുണിയൊക്കെ വെച്ചിട്ട് പതുക്കെ നൈസിന് ഉള്ളിലോട്ട് കയറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ കാണുന്ന അൺലോക്ക് ബട്ടണിൽ ഞെക്കി അൺലോക്ക് ചെയ്യാം. സിമ്പിളാണ്. കുറച്ചൊന്ന് മെനക്കെട്ടാൽ സിമ്പിളാണ് ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. ഇത് കണക്ക് പതുക്കെ ഉള്ളിലേക്ക് ആ ഒരു പ്രത്യേകിച്ച് ഉള്ളിലേക്ക് ഒരു ഡാമേജ് ഉണ്ടാവാതെ നൈസിന് നോക്കി പതുക്കെ ഒന്ന് മെനക്കെട്ട് ഇതുപോലെ നമുക്ക് അൺലോക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ വിജയകരമായ രീതിയിൽ അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. ചാവി പുറത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഐറ്റം. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ലോക്ക് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു ബാഗ് പരിചയപ്പെടുത്തരാം. ബാഗ് എന്ന് പറഞ്ഞാൽ എയർ ബാഗാണ്. ലോക്ക് എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക്, ഈ സാധനം വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കിട്ടും. അതായത് ഒരു 300 രൂപ 260 രൂപയും കണ്ടുള്ള ഈ സാധനം ലോക്കൽ സാധനമാണ്. ഒരു 4-5 അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യത്തെ ഉപയോഗത്തോടു കൂടി ചിലപ്പോൾ ഇത് ചാവും. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ വികസിച്ച് വരും. കണ്ടോ, വികസിക്കുന്ന അറിയാൻ പറ്റൂടാ. ഇതിനൊക്കെ വികസിച്ച് വരും. ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ എയർ പോവും, ഫ്രീ ആവും. അത് കണക്ക് 2 ബാഗ്. ഈ ബാഗിൻ്റെ രീതി എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയുടെ ഒന്നെടുത്തോട്ട് വന്നേ, വണ്ടിയുടെ ഡോറിൻ്റെ ഇടയിലോട്ട് ഇതിങ്ങനെ മാറ്റി ഡോറിൻ്റെ ഇടയിലോട്ട് പതുക്കെ തിക്കി കയറ്റിയിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഡോറ് ഒന്ന് വവുന്ന് വരുമ്പോഴത്തേക്ക് അടുത്ത ബാഗ് ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ രീതി അനുസരിച്ച് സൈഡിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് വികസിപ്പിച്ചിട്ട് ആ ഒരു ഡോറ് ഒന്നും കൂടെ ഒന്ന് വലുതാക്കിയെടുക്കും. അങ്ങനെയാണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ റാഡ് കയറ്റുന്നത് സിമ്പിളാണ് സംഭവം കേട്ടോ. അതിന് പ്രത്യേകം കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും പൈസയ്ക്ക് കിറ്റ് വാങ്ങിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വളവും തിരിവൊക്കെ ഉണ്ടാവും. ഒരുപാട് വണ്ടികളുടെ ലോക്ക് എടുത്തിട്ടുള്ള സാധനമാണ്. ക്രൂസ് വരെ എടുത്തിട്ടുണ്ട് നമ്മൾ. ക്രൂസ് വരെ സിമ്പിളാണ്. ക്രൂസിന് ഇന്നോവയ്ക്കൊക്കെ ലോക്ക് എടുക്കുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതണക്കുള്ള ഒരു റാഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റീലിൻ്റെ മറ്റേ ബീഡിങ് ആണ് കേട്ടോ. സ്റ്റീലിൻ്റെ ബീഡിങ് നമ്മൾ ബസ്സിൻ്റെയൊക്കെ സൈഡിലടിക്കുന്ന സ്റ്റീലിൻ്റെ ബീഡിങ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു അലൂമിനിയം ബീഡിങ്, സ്റ്റീലല്ല, അലൂമിനിയം ബീഡിങ് ആണ്. പിന്നെ ഒരു വെൽഡിങ് റാഡ്, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും അതുപോലെ തന്നെ ഒരു പ്ലെയറും നമ്മൾ കൈ കരുതിയേക്കും. ബാഗ് വേണ്ട, ബാഗില്ലാന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടി ചെയ്യാം. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തോനെ ഞാൻ എടുത്തോട്ടോ. ഇത് മൈനസ് അല്ല, സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവറാണ്. ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് 2 സ്ക്രൂ ഡ്രൈവർ വേണം. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ തിക്കി പയ്യകത്ത് കയറ്റിയിട്ട് ഇവിടെ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും വെച്ച് തിക്കി ഇങ്ങനെ പിടിച്ചിട്ട് വേറെ സ്ക്രൂ ഡ്രൈവർ കൂടെ വെച്ച് അതിനൊക്കെ തിക്കി പിടിക്കുക. അതിനുശേഷം അകത്തൂടെ എന്തെങ്കിലും കയറ്റി ചെയ്യാൻ പറ്റും. അതിനുശേഷം അകത്തൂടെ നമുക്ക് റാഡിട്ട് ലോക്ക് എടുക്കാൻ പറ്റും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കും ലോക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അത് എത്തരം വണ്ടികളിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്തരം ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്ന വാഹനങ്ങളിൽ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലോക്ക് വരുന്നില്ല, ഇങ്ങനെ ലോക്ക് വരുന്ന വണ്ടികളിൽ പറ്റും. സ്വിഫ്റ്റിൻ്റെയൊക്കെ ഈ ടൈപ്പ് ലോക്കുകൾ അത് കണക്ക് ലോക്ക് ബട്ടൺ
വർക്ക് ചെയ്യുന്ന വണ്ടികളുടേത്, ഫോർഡ് ഫിഗോ, ഫിയസ്റ്റ, അങ്ങനെ പല വാഹനങ്ങളുടെയും നമുക്കിത് ഈ ഒരു മെത്തേഡിൽ തുറക്കാൻ പറ്റും. അപ്പം ഈ ഒരു ലോക്ക് അൺലോക്ക് ബട്ടൺ അകത്തുനിന്ന് വർക്കാവില്ല. ഇപ്പോൾ ചില വണ്ടികൾക്ക് ലോക്ക് ചെയ്താൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് അൺലോക്ക് ബട്ടൺ വർക്കാവില്ല എന്നുണ്ടെങ്കിൽ നൈസിന് അത് വെച്ച് തന്നെ അത് ചെറിയ രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് നമുക്കത് ലോക്ക് എടുക്കാൻ പറ്റും. ആണ്ടേ ഇന്നോവയുടേത് വർക്കല്ലെങ്കിലും വേറെ രീതിയിലൊക്കെ തുറക്കാൻ പറ്റും. അതായത് ഈ ഒരു ഭാഗം വെച്ചൊക്കെ തുറക്കാൻ പറ്റും. അപ്പം ഇന്നോവയുടെ വേണമെങ്കിൽ നമുക്ക് ഇതിനൊക്കെ തുറക്കാൻ പറ്റും. അപ്പം പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഈ കണ്ട കണക്ക് ലോക്ക് എടുത്തോ, എല്ലാവരെയും വണ്ടി പോയി ലോക്ക് എടുക്കരുത്. നിങ്ങളെ വണ്ടി ഇങ്ങനെ ലോക്കൊക്കെ ആയി പോവുകയാണെങ്കിൽ സുഖമായിട്ട് ഇത്തരത്തിൽ ലോക്ക് എടുക്കാൻ പറ്റും. ഇത് കണക്ക് ബാഗും കാര്യങ്ങളൊക്കെ അത് വലിയ വിലയുള്ള ബാഗൊന്നുമില്ല, വേണമെങ്കിൽ വാങ്ങിച്ച് വെച്ചോ. അല്ലാതെ പ്രൊഫഷണലി സാധനങ്ങളൊക്കെ ഉണ്ട്, 6000, 5500 റാഡ് കാര്യങ്ങൾ കുന്നും കുറച്ചൊക്കെ എല്ലാം ഉണ്ടായിരിക്കും. ബീഡിങ്ങൊന്നും വലിയ ഡാമേജ് ഇല്ല, നൈസിന് എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റുന്ന കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ വണ്ടിയുടെയും ലോക്കിൻ്റെ രീതിയും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് പല രീതിയിൽ തുറക്കാൻ പറ്റും. ബീഡിങ് ഊരിയിട്ട് തുറക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ശരി, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ വർക്ക്ഷോപ്പുകാരടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം വെച്ചാൽ, ഈ വണ്ടിയുടെ ഓണർ അടുത്തുണ്ടെങ്കിൽ മാത്രമേ, ഓണറിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ, RC ഓണറിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ തുറക്കാൻ പോകാനുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.